പാകിസ്ഥാനിൽ സ്ത്രീകളെ കൊല്ലുന്ന ദുരഭിമാന കൊല. കറോക്കാരി എന്നറിയപ്പെടുന്ന ഈ പ്രവൃത്തിക്ക് പാകിസ്ഥാനിൽ ആരാധകർ ഏറെയാണത്രേ. പാകിസ്ഥാനിൽ ദുരഭിമാന കൊലകൾ വിലയിരുത്തുന്നത് ഒരു കുടുംബത്തിന്റെ അന്തസ്സ് കൂട്ടുന്നതിനുള്ള ഉപാധിയായാണ്. കുടുംബത്തിലെ സ്ത്രീകളാണ് മിക്കവാറും ഇതിനിരകളാവുക. വൈവാഹിക അവിശ്വസ്തത, നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നുള്ള പിന്മാറ്റം, വിവാഹമോചനം ആവശ്യപ്പെടൽ, പ്രണയം, ഇതൊക്കെയാണ് പാകിസ്ഥാനിലെ ദുരഭിമാന കൊലയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. 2021 പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 470-ലധികം ദുരഭിമാന കൊലപാതകങ്ങളാണ്. എന്നാൽ മനുഷ്യാവകാശ സംരക്ഷകർ കണക്കാക്കുന്നത് കുടുംബത്തിന്റെ സൽപ്പേര് തിരികെ പിടിക്കാൻ എന്ന പേരിൽ എല്ലാ വർഷവും ഏകദേശം 1000 സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ്. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ പാക് സമൂഹം കൽപ്പിച്ച രീതികളിൽ നിന്ന് മാറി നടന്നാൽ അവരെ കൊല്ലാൻ പദ്ധതിയിടും. കൊലപാതകം നടത്താൻ കുടുംബത്തിൽ ഒരാളെ തന്നെ ചുമതലപ്പെടുത്തും. കാരോക്കാരി എന്നാണ് ഈ ദുരഭിമാന കൊലകൾക്ക് അവർ നൽകിയിരിക്കുന്ന പേര്. പാകിസ്ഥാനിലെ ടിക്ടോക്ക് താരവും സമൂഹമാധ്യമ ഇൻഫ്ലുവൻസറുമായിരുന്ന 17 വയസ്സുകാരി സന യൂസഫ് വെടിയേറ്റു മരിച്ച വാർത്ത ഇപ്പോൾ ചർച്ചയാണ്. പക്ഷേ അതൊരു ദുരഭിമാന കൊലയാണോ എന്ന് സംശയിക്കുന്നവർ കുറവല്ല. ഇസ്ലാമാബാദിലെ വീട്ടിലെത്തിയ ഒരു ബന്ധുവാണ് സനയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് വരുന്ന വിവരങ്ങൾ. ഏവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ഇടുന്ന ഊർജ്ജസ്വലയായ പെൺകുട്ടി 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ നേടിക്കൊണ്ടാണ് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. ചിത്രാലിൽ നിന്നുള്ള സനയുടെ അച്ഛൻ ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. യുവത്വത്തെ ശാക്തീകരിക്കാൻ ശേഷിയുള്ള കണ്ടന്റുകളാണ് സന പങ്കുവച്ചിരുന്നത്. സാംസ്കാരിക അവബോധം, സ്ത്രീകളുടെ അവകാശങ്ങൾ, വിദ്യാഭ്യാസ സന്ദേശങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സന കൂടുതലായും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നത്. കേവലം ഒരു വിനോദോപാധി എന്ന നിലയിൽ അല്ല സന കണ്ടന്റ് ക്രിയേഷനെ കണ്ടിരുന്നത്, മറിച്ച് യുവാക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പ്രചോദിപ്പിക്കാനുള്ള ഉപാധിയായാണ്. മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് സനയെ ഒരു ആക്രമി പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെക്കുകയായിരുന്നു. എന്നാൽ വീട്ടിൽ കയറി വെടിയുതിർക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 വെടിയുണ്ടകൾ ഏറ്റ സന അപ്പോൾ തന്നെ മരിക്കുകയായിരുന്നു. പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് മാറ്റി. ഇസ്ലാമാബാദിലെ G13 സെക്ടറിലുള്ള സനയുടെ വീട്ടിൽ വെച്ചാണ് അവൾക്ക് വെടിയേറ്റത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും പ്രതി ഒളിവിലാണ്. ദുരഭിമാന കൊലയുടെ സാധ്യത ഉൾപ്പെടെ അധികൃതർ പരിശോധിക്കുന്നുണ്ട്. ആക്രമി കുടുംബത്തിന് പരിചിതനായിരിക്കാമെന്നും ഒരു അതിഥിയായി വീട്ടിൽ പ്രവേശിച്ചിരിക്കാമെന്നും ബന്ധുവാണെന്നും ഒക്കെയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ നടന്ന ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള ദുരഭിമാന കൊലകളിൽ ഒന്നായിരുന്നു സാമിയ സർവാറിൻ്റെത്. 1999 ഏപ്രിലാണ് അത് നടക്കുന്നത്. സാമിയ സർവാറിന്റെ ദുരഭിമാന കൊല ഇതിവൃത്തമാക്കി തയ്യാറാക്കിയ ലൈസൻസ് ടു കിൽ എന്ന BBC ഡോക്യുമെന്ററി 2000 അവാർഡ് നേടിയിരുന്നു. ആദ്യ ബന്ധത്തിൽ നിന്നും വിവാഹമോചനം നേടി ഇഷ്ടപ്പെട്ടയാളെ വിവാഹം ചെയ്യാൻ ശ്രമിച്ചതിനായിരുന്നു സ്വന്തം കുടുംബം അവളെ ഇല്ലാതാക്കിയത്. 2009 ഏപ്രിൽ 27 പെഷവാർ പ്രദേശത്തെ പഷ്തൂൺ ഗായികയായ ഐമാൻ ഉദാസും ദുരഭിമാന കൊലക്കിരയായി കൊല്ലപ്പെട്ട സ്ത്രീയാണ്. വിവാഹമോചനം, പുനർവിവാഹം, കലാജീവിതം എന്നിവ കുടുംബത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തി എന്ന് ആരോപിച്ചാണ് 2 സഹോദരന്മാർ അവളെ കൊലപ്പെടുത്തിയത്. 2 കേസിലും ആരും ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഖൈർപൂർ ജില്ലയിലെ ഹജ്ന ഷാ ഗ്രാമത്തിൽ താമസിക്കുന്ന തസ്ലീം ഖാത്തൂൻ സൊലാങ്കി എന്ന കൗമാരക്കാരിയുടേതും ദുരഭിമാന കൊലയായിരുന്നു. ഗോത്രത്തിന് അപമാനം വരുത്തിവെച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഗർഭിണിയായ 17-കാരിയെ പാകിസ്ഥാനിലെ ഗ്രാമീണർ കൊന്നുകളഞ്ഞത്. അന്ന് കൊല്ലപ്പെട്ടത് 5 സ്ത്രീകൾ. 2008 ജൂലൈ 14 ബലൂചിസ്ഥാനിലെ ഉമാനി ഗോത്രത്തിലെ ഗോത്രക്കാർ 5 സ്ത്രീകളെ കൊലപ്പെടുത്തി. ആദിവാസി നേതാവിന്റെ വിവാഹാലോചന നിരസിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരം മറ്റു പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് 5 സ്ത്രീകളെ കൊലപ്പെടുത്തിയത്. 3 കൗമാരക്കാരെയും 2 മധ്യവയസ്കരായ സ്ത്രീകളെയുമാണ് കൊലപ്പെടുത്തിയത്. തട്ടിക്കൊണ്ടുപോയി തല്ലിച്ചതച്ച് വെടിവെച്ച് പാതി ജീവനോടെ കുഴിച്ചിടുകയായിരുന്നു. ഫർസാന പർവീൻ ഇക്ബാൽ എന്ന ഗർഭിണിയും കൊല ചെയ്യപ്പെട്ടത് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിച്ചതിന്റെ പേരിലായിരുന്നു. പാകിസ്ഥാൻ ഹൈക്കോടതിയുടെ മുൻപാകെ കുടുംബം അവളെ കല്ലെറിഞ്ഞു കൊന്നു. ഞങ്ങളുടെ സമ്മതമില്ലാതെ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചതിനാലാണ് ഞാൻ എൻ്റെ മകളെ കൊന്നത്. അതിൽ എനിക്ക് ഖേദമില്ല എന്ന് ഫർസാനയുടെ പിതാവ് പറഞ്ഞു. ദുരഭിമാന കൊലയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് ഇരകൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവർ ആക്രമികളായ കുടുംബക്കാരനോട് ക്ഷമിക്കണമെന്ന നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണകാരികൾ ശിക്ഷിക്കപ്പെടാറില്ല എന്നതും ഇവിടെ ഒരു വിവാദമാവുകയാണ്. 2020 ജൂണിൽ സിന്ധ് പ്രവിശ്യയിലെ ജാംസ്രോ ജില്ലയിൽ കരോക്കാരി പാരമ്പര്യത്തിൽപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊന്നതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.